അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. തീർച്ചയായിട്ടും സത്യവിശ്വാസിമാരെ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും പിടിന്ന പോലെ കുറേ നാൾ മുന്നോളൂ ഞങ്ങൾ ദക്ഷിണ കന്നഡ ജില്ലയിൽ അഹ്ലെ ഹദീസ് സംഘಟನರು ಅಂಡರ್ಲಿ ഞങ്ങളെ പഠിച്ചോണു അള്ളാഹു മാത്ര ചൊല്ല ക്യാമ്പയിനിൽ ബംഗറിലും കാട്ടിപ്പലത്തും അതേപോലെ ജോക്കട്ടെ ചൊല്ല ജാഗിലും എല്ലാം പ്രോഗ്രാം നടന്നിട്ട് അതിൽ ഒന്നാമത്തെ പ്രോഗ്രാം ആയിത്തിന്നെ ബംഗറിൽ നാനും ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ആക്കി തിന്നെ ನಾ ಪಲ್ಕ ಬರ್ನಿ ತಿನ್ನೆ അതിൽ ನನ್ನ ಟಾಪಿಕ್ ಐತಿಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಜನ್ಮದಿನ ಆಚರಣಾಕೃതി ಎತ್ತರ ಮಾತ್ರ ಡೇಂಜರ್ ಐತಿಕ್ರು ಅದರ ಭಯಾನಕತೆ ಎಂದರೆ ಚೊಲ್ಲೆ ವಿಷಯ ತಿಕ್ರು ಅಂಡು ನಾ ಪಲ್ಕ ಬರ್ಜರು ഏതൊരു ബുദ്ധി കൊടുത്ത് ആലോചന ആക്കരെ മനുഷ്യക്ക് പ്രമാണബദ്ധമായിട്ട് ജന്മദിന ആചരണ അത് അനിസ്ലാമിക്കായി തിക്കറ് ചൊല്ലതും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആചരണാക്കെങ്കിൽ അതിൽ പണ്ട് ഡേഞ്ചർ എന്തെല്ലാം ചൊല്ലതും കൃത്യമായിട്ട് നാം വിശദീകരിച്ച് തിന്നെ ആയെങ്കും അവിടുള്ള കുറേ ആൾമാർ പാവപ്പെട്ട ആൾമാർ അങ്ങനെ നാ ദൂരില്ല അങ്ങ് പഠിപ്പിക്കപ്പെട്ട അങ്ങനെ തിക്കറ് അങ്ങ് നൗഷാദ് അഹ്സനിരെ കൂട്ടിയ ബന്ത് നൗഷാദ് അഹ്സനിരും അതേപോലെ നൗഷാദ് അഹ്സനರ കുറേ ബീലമാരെ കൂട്ടിയ ബന്ത് ನಂಗೆ ಆನ್ಸರ್ ಚೊಂತು ಕೊರಿಯಲ್ಲ ಕ್ಲಿಪ್ಪಲ್ಲಿ ಇಟ್ಟಿട്ട് അങ്ങനെന്താക്കിനാറ് ആൻസർ ആക്കി പോയിന്നാർ. അപ്പം അതിൽ നണ്ട് ഒരു 2-3 ക്ലിപ്പല്ല ഇട്ടിട്ട് നക്ക് ആൻസർ ചൊന്തു കൊറിയ എന്തെല്ലാം ചൊന്ന പോയിത്ത്. യഥാർത്ഥത്തിൽ അത് ആൻസർ അല്ല, ആൾമാർ നടുಲು വസ്വാസാക്കുകയും അങ്ങനെ ആൾമാരെ പിടിച്ചു നിപ്പാട്ടുകുള്ള ഒരു കോശിഷை ತಿಂತಿಂತ ಮಾತ್ರ. അപ്പം ಅದಕ್ಕುಲ್ಲೇ ಮರುತ್ತರ ಇಟ್ಟಿಕ್ಕೆ ಈ ഒരു വീഡിയോಲು നിങ്ങളെದುರ್ಲು ನಾನು ಬಂದ್ರೆ ನನ್ನ ಪಲ್ಕത്തെ ನೀಟಿ ಬಲಿಕ್ಯಾಂಟೆ ವಿಷಯಕ್ಕೆ ಕಡ್ಕುಗೈತಿಕ್ರೆ ನಾ ಉದ್ದೇಶಿಕ್ರೆ. ഒന്നാമത്തേത് അണ്ട് നാനൊരു ക്വസ്റ്റ്യൻ കേട്ടുന്നെ, അതായത് നബിദിനാചരണാക്കുകൂ ഇസ്ലാമികപരമായിട്ട് എന്തേ ഒരു ദലീലുണ്ടാ, ഖുർആനിൽ ആയത്തുണ്ടാ, ഹദീസ് ഉണ്ടാ ಅಂತ കേൾക്കുമ്പോൾ ഖുർആനിൽ ഒരു ആയത്ത് കൊമണ്ടാർ എന്തൊരു ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ചൊല്ലെ ആയത്ത് ഓതുറാർ. അതേ സന്ദർഭത്തിൽ ചിലപ്പോൾ അങ്ങനെ ഓതുറാറ്, അങ്ങനെ ചൊല്ലുറാറ് ഇമാംമാർ ചൊന്നറാറ് ബിദാത്തുൻ ഹസന ಅಂತ ചൊന്നറാറ്. അപ്പൊ ഖുർആനിൽ ഒരു ആയത്തുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങനെ ബിദാത്താവരെ, ബിദാത്തുൻ ഹസന ಅಂತಾയെങ്കിൽ ഖുർആന്റെ ആയത്ത് എന്ത് ഓതുരെ, ദീന് വൈരുദ്ധ്യ ചൊല്ലെ ദീനാ ചൊന്തു ನಾನು കേട്ട് തിന്നെ. അപ്പൊ ಅದಕ್ಕೆ നൗഷാദ് അഹ്സനി ആൻസർ ചൊന്തൂർ ആൻസർ ആക്കിര്, അതൊന്ന് ഫസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കൂ. കാര്യമായിട്ട് ഇവിടെ പ്രസംഗിച്ചാലാ ഇവരോട് മൗലിദാഘോഷത്തിന് തെളിവ് ചോദിച്ചാൽ ആയത്തോതും അല്ലാഹുവിന്റെ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഇവർ ആയത്തോതുകയാണ്, ഹദീസ് പറയുകയാണ്, അതൊക്കെ ഞാൻ വായിക്കാം. പക്ഷേ ഇവരെ ഇമാമികളൊക്കെയും രേഖപ്പെടുത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടത്തിൽ ചെയ്യുന്ന നബിദിനാഘോഷം അത് ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നാണ്. പിന്നെ ഞങ്ങൾ ആയത്തോതി നാ മൗലവിന്റെ ചോദ്യം, ആ ചോദ്യം ആദ്യം കേട്ടോളൂ. ഹദീസ് ഉണ്ടാട്ട് കേൾക്കുമ്പോൾ ചൊല്ലുന്നേ ഇമാമുമാർ ചൊന്നറാറ് എന്തൊരു ചൊന്നറാറ് ബിദ്അത്തുൻ ഹസന ಅಂತ ചൊന്നറാറ്. എങ്ങനെ ആലോചനാക്കണു, ചിന്തനാക്കണു, ഇമാമുമാർ എന്തൊരു ചൊന്നറേ ബിദ്അത്തുൻ ഹസന ಅಂತ ചൊന്നറാറ്. ആ ഓക്കെ, ബിദ്അത്തുൻ ഹസന നല്ല ബിദ്അത്ത്. പിന്നെ ആയത്ത് എന്ത് കൂതറി, ആയത്ത് ഓതില്ലേ, കുറേ സന്ദർഭത്തിൽ ആയത്ത് ഓതില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾ ബിദാത്ത് അവറ ആലോചനാക്കണ്ടേ, ചിന്തനാക്കണ്ടേ. അതെ, അല്ലാഹു ഒരു ആയത്ത് ഒപ്പാട്ട് പോകുമ്പോൾ മട്ടക്കണ ചോട്ടിയ പോലെ ഇപ്പുറത്ത് ചോട്ടും അപ്പുറത്ത് വന്നു, അപ്പുറത്ത് ചോട്ടും ഇപ്പുറത്ത് വന്നു, അതേപോലത്തെ വിഷയം അല്ലേ. ബിദഅത്തുൻ ഹസന ചൊല്ലற വേറെ, ആയത്ത് ഓതുற വേറെ. ആയത്ത് ഓതിയ പിന്നെ ബിദഅത്ത് എങ്ങനെ അവിടെ, ബിദഅത്തുൻ ഹസന ഉണ്ടാവും പിന്നെ ആയത്ത് എങ്ങനെ നിൽക്കേ, എന്തിത് ഇതാ ദീൻ, വൈരുദ്ധ്യം ചൊല്ല ദീനാ. അതാണ് വൈരുദ്ധ്യം ചൊല്ലുന്ന ദീനാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സംഗതി മലയാളം കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നുണ്ട്. വൈരുദ്ധ്യമായി തോന്നിയത് എന്താണെന്നറിയോ, ഇയാൾക്ക് ബിദഅത്തുൻ ഹസനയും മനസ്സിലായിട്ടില്ല, സുന്നത്തും മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഉദാഹരണങ്ങളോട് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ മദ്രസ നടത്തലുണ്ട്, മദ്രസ സംവിധാനം അത് മാത്രം ചിന്തിച്ചാൽ മതി. മദ്രസയുടെ ഹബീബായ തങ്ങളുടെ കാലത്തുള്ള മദ്രസയുടെ പേരെന്താ മൗലവിമാരോടൊന്ന് ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മദ്രസ ഏതാ? തർബിയത്തുൽ അനാ മദ്രസ ആണോ, അതോ വേറെ ഏതെങ്കിലും മദ്രസ ആണോ? ഏത് മദ്രസ ആണ്? സലഫി മദ്രസ ആണോ? ഏത് മദ്രസ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെന്താ പറയാ, അങ്ങനെ ഒരു പ്രത്യേക സംവിധാനം ഒന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല, അത് ബിദ്അത്തുൻ ഹസനയാണെന്നാണ് ഇമാം സുയൂത്തി തന്നെ അതിന് പറയുന്ന മറുപടി. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ബിദ്അത്ത് വിശദീകരിച്ചിടത്ത് നല്ല ബിദ്അത്തിന്റെ ഉദാഹരണം പറഞ്ഞത് കൽ മദാരിസ് എന്നാണ്, മദ്രസകളെ പോലെ. ഇനി നമ്മൾ ചോദിക്കാണ്, മദ്രസ നടത്താൻ ഖുർആനിൽ തെളിവുണ്ടോ? ഓ, തെളിവോതൂലേ നമ്മൾ. ഇൽമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, ഇൽമ് അതിന് വലിയ പ്രാധാന്യമുണ്ട്, അത് അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞതാണ്. ഇൽമ് പഠിക്കണം, പഠിപ്പിക്കണം. അപ്പൊ സുന്നത്ത് ബിദ്അത്ത് എന്ന് മനസ്സിലാകാത്തൊരു മൗലവിയാണ് ഇയാളെന്ന് പറയുന്നുണ്ടോ? മദ്രസക്ക് തെളിവ് ചോദിക്കുമ്പോൾ ഇതാ ആയത്തോതുകയാണ്, അതേ സമയത്ത് മദ്രസ റസൂലുള്ളാഹിന്റെ കാലത്തില്ല എന്നും പറയുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ? വൈരുദ്ധ്യമല്ല. നിങ്ങൾ ബിദ്അത്തുൻ ഹസന എന്ത് എന്ന് പഠിച്ചില്ല എങ്കിൽ പഠിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു പ്രവർത്തനം
ആ പ്രവർത്തനം വ്യത്യസ്ത രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ ആ രൂപത്തെ സംബന്ധിച്ചാണ് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത്. അപ്പൊ തെളിവും പറയും അത് ബിദ്അത്തുൻ ഹസന എന്ന് പറയും. അപ്പൊ തെളിവും പറയും ബിദ്അത്തുൻ ഹസന എന്നും പറയും. ഇതേ ടിക്കറ് എലവുല്ല കാട്ടിട്ട് മൂത്തോല്ല മങ്ങിലാക്കി കൊടുക്കറേന്ന് ചൊല്ലി. അതായത് പൊതു നോക്കു പറമ്പത്തുക്കു എലവുല്ല കാട്ടറ് മാത്ര മങ്ങിലാക്കുമ്പോൾ മൂത്തോല്ല മങ്ങിലാക്കി കൊടുക്കറ്. ഇതേ സ്വറ ടിക്കറ് നൗഷാദ് ഹസൻ ഇവിടെ ആക്കിരി. അതായത് ബിദ്അത്തുൻ ഹസന ബിദ്അത്തുൻ സയ്യിഅ ചൊല്ലത് ദീനിലില്ലേ ഇല്ല. ദീന് നമുക്ക് പഠിപ്പാടിത്തേ ഇല്ല. നല്ല ബിദ്അത്ത് ബെടുക്ക് ബിദ്അത്ത് ചൊല്ലത് ദീനിലില്ലേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പാട്ടിര്? കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ദലാലത്തെ ടിക്കറ്, എല്ലാ ദലാലത്തും നരകത്ത് കയറ്റിക്കറ്. അപ്പൊ കുല്ലു ബിദ്അത്തിൻ ചൊല്ല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ അപ്പൊ നബിക്ക് പിടില്ലേ നല്ല ബിദ്അത്തുണ്ട് ബെടുക്ക് ബിദ്അത്തുണ്ട് ചൊല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടില്ല అంటే കുല്ലു ബിദ്അത്തിൻ ചൊന്നരമാ. കുല്ലു ബിദ്അത്തിൻ ചൊന്നേന്ദ്രെ എല്ലാ ബിദ്അത്തും പിന്നെ അതിൽ ഒരു നല്ലതും ബെടുക്ക് ചൊന്നില്ല അല്ലെ. ബിദ്അത്ത് നക്കിറയായ പ്രയോഗ ഇട്ടിക്കറ്. നക്കിറ അറബി ഭാഷ തെറങ്ക് ഇവിടെ ഉണ്ട്. നക്കിറ ഇട്ട് ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം പെട്ടിത്തതില് മാരിഫ അല്ലത്. അപ്പൊ കുല്ലു ബിദ്അത്തിൻ ദലാല എല്ലാ ബിദ്അത്തും ദലാലത്തെ ഇട്ടിക്കറ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ട്. അപ്പൊ അതിൽ നല്ലതില്ല ബെടുക്കില്ല. പിന്നെ ഭാഷാപരമായിട്ട് ദുനിവിയായിട്ട് എന്തുണ്ട്? നല്ല ബിദ്അത്തുണ്ട് ബെടുക്ക് ബിദ്അത്തുണ്ട്. ദുനിയാവിയായിട്ട് നല്ല ബിദ്അത്തുണ്ട് ബെടുക്ക് ബിദ്അത്തുണ്ട്. അപ്പൊ ഈ ദുനിയാവിയായിട്ടുള്ള നല്ല ബിദ്അത്തിനെ ദീനുക്ക് സേർപാട്ടിട്ട് അവിടെ മിക്സ് ആക്കിയിട്ട് ചക്കര കഞ്ഞാക്കി കൊടുത്തതേ ടിക്കറ് നമുക്ക് നൗഷാദ് ഹസനി അവിടെ കാട്ടി തന്നിര്. വേറെന്തും അല്ല അല്ലേ. മദ്രസ സംവിധാനം ആക്കരുതും അതേപോലെ ബാക്കിന്റെ സംവിധാനം എല്ലാം ആക്കരുത്. അതെന്തിര്? ദുനിയാവിയായിട്ടുള്ള കാര്യം ടിക്കറ്. ഇയാൾ അത് ഒരു ഉദാഹരണം ചൊന്നെന്തിര്? മദ്രസ സംവിധാന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ ഇന്ത നബി പഠിപ്പാട്ടിയ മദ്രസ ഏത്? അപ്പൊ നബിയുടെ കാലത്തിൽ ഇല്ലാത്തതല്ലേ നിങ്ങൾ പാക്യവില്ലേ ചൊന്തു കൊറിയെല്ലാം കേട്ടിട്ട് എന്താക്കിற ആൾമാരെ മങ്കാക്കിയ ഉണ്ടു. മദ്രസ സംവിധാന ಎಂದ್ರೆ അത് ദീനപരമായിട്ടുള്ള കാര്യമാ അത് ദുനിയാവിയായിട്ടുള്ള കാര്യ? ഒരാൾ മദ്രസയിൽ ഇൽമു പഠിച്ചില്ല ഔത്തു തെച്ച് ഇൽമു പഠിച്ച അല്ലെങ്കിൽ ഓൺലൈനിൽ ദീന് പഠിച്ച അപ്പോൾ എന്തിന് നബിയുടെ മേൽ പിരിസില്ലാത്തവണ? നബിയുടെ മേൽ പിരിസില്ലാത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിസാക്കില്ല. നബിയുടെ സുന്നത്തിന് വേണ്ട അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തവണ അങ്ങനെ ആരെയും ചൊല്ലുവാറ? ഒരാൾ മദ്രസയിൽ പഠിച്ചില്ല ഒരാൾ ഇൽമു മദ്രസയിൽ പഠിക്കാത്ത സബലു അവನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒಟ್ಟಿಗೆ പിരിಸಿಲ್ಲത്തವನು ಅಂತ ആരെയും ചൊല്ലുവാറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജന്മദിന ആചരണ ആക്കില്ലെങ്കിൽ ചൊല്ലുന്നത് നബിയുടെ മേൽ പിരിಸಿಲ್ಲ ഇങ്ങക്ക് പ്രതിഫല വേണ്ട ഇങ്ങക്ക് സ്വർഗ വേണ്ട അതേ ടിക്കറിങ് ആക്കിയോല്ലേ ഇങ്ങ പുത്തനാചാര ഇങ്ങ പുത്തൻവാദി മാറി ചൊന്തു എന്ത് ചൊല്ലറി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണ ആക്കില്ലെങ്കിൽ ടിക്കറി ചൊല്ലറി. അപ്പൊ നബിയുടെ ജന്മദിനാചരണ ചൊല്ലത് ഒരു ഇബാദത്തായിട്ട് കണ്ടാറ്. മദ്രസ ചൊല്ലത് ഒരു ഇബാദത്തല്ല. മദ്രസയിൽ പഠിപ്പാട്ടുന്നതും പഠിക്കുന്നതുമായി ടിക്കറി ഇബാദത്ത് അല്ലാണ്ട് മദ്രസ സംവിധാനം ആക്കുന്നത് അത് ദുനിയവിയായിട്ടുള്ള കാര്യം ചൊല്ലത്. അത്തരം മനസ്സിലാക്കൂല്ലേ ഒരു 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 ബുദ്ധി ഇല്ലാണ്ടായി പോയിട്ടല്ലേ ചൊന്ത ടിക്കറ് ആ വിഷയത്തില് ചൊല്ലുകൂല്ലേ അല്ലെ. ഇയാള് ചൊന്നിട്ടുള്ള ആ ചൊല്ലുന്നത് അത് അസുലുള്ളതേ ടിക്കറ്. പിന്നെ ആ പുതിയ സംവിധാനത്തില് ചൊന്നതേ ടിക്കറ് ബിദ്അത്തുൻ ഹസന. എങ്ങനെ ഇമാംമാര് ബിദ്അത്തുൻ ഹസന ചൊന്നതെന്തേ അത് അസുലുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിക്ക് എന്തുണ്ടു? അസുലുണ്ടു. ആയെങ്ക അതിന് പുതിയ സംവിധാനത്തിൽ ആക്കുമ്പോൾ ടിക്കർ അത് ബിദ്അത്തുൻ ഹസന ಅಂತ ചൊന്നരെ അങ്ങനല്ലേ അല്ല. ഇമാംമാരുടെ പൽക്കെടുത്ത് നോക്കിയെങ്കിൽ അങ്ങ് എന്തിനെ പുതിയ സംവിധാനത്തിൽ അത് പുതിയ സംവിധാനത്തിലാക്കുമ്പോൾ അത് ബിദ്അത്തുൻ ഹസന ಅಂತ ചൊന്നരല്ലേ അല്ല. ഇയാൾ പച്ച കലവൈ ടിക്കർ ചൊല്ലറെ. ನಾನು ಚಾಲೆಂಜ್ ಹಾಕಿರ ಇಮಾಮ್ಮಾರ ಕೌಲೆടുത്തിട്ട് സാധ്യണ്ട നിങ്ങൾക്ക് തെളിയിക്കുക സാധ്യണ്ട അതേ പുതിയ സംവിധാനത്തിൽ ആക്കിയെങ്കിൽ ടിക്കർ അത് ബിദ്അത്തുൻ ഹസന അവരെ ചൊന്നത് ഏതേ ഒരു ഇമാം ചൊന്നത് ബെറുതെയും ആൾമാരെ പൊട്ടിസാക്കരുതേ ടിക്കർ കാണ്ടേ. ഇയാൾ ചൊല്ലറ നോക്കൂ അത് അസലുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയത് സാഹബിരം കാട്ടിയത്. അപ്പൊ അതിൽ ഒരു അസലുണ്ടു. ആ അസല് പുതിയ രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ ടിക്കർ അത് ബിദ്അത്തുൻ ഹസന ചൊന്നരെ ചൊന്ത് ഇയാൾ ആ ഇമാമിങ്ങളൊക്കെയും മൗലിദാഘോഷം സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയതിന്റെ ശേഷം അത് കൂലിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ ശേഷം ഇപ്പോഴുള്ള ഈ രൂപം അത് നേരത്തെ ഇല്ല എന്നാ പറഞ്ഞ് അതിവിടെ എല്ലാം അങ്ങനെ തന്നെയല്ലേ. മൗലവിമാർ ഇവിടെ വലിയ സമ്മേളനം നടത്താറില്ലേ അഹ്ലെ ഹദീസിന്റെ? അങ്ങനെ ഒരു സമ്മേളനം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ സ്വല്ലല്ലാഹു അലൈഹി? അപ്പൊ പുതിയ സംവിധാനത്തിലാക്കരുത് ബിദ്അത്തുൻ ഹസന ಅಂತ ചൊന്നരവല. ಅದಕ್ಕೆ ഒരു ಉದಾಹರಣೆ ತೆಗೆದ್ರೆ ಎಂದ್ರೆ ಚೊಲ್ರೆ ಅಹ್ಲೆ ಹದೀಸರ ಸಮ್ಮೇಳನ ಹಾಕಲ್ಲೇ. ಅಪ್ಪ ಅಹ್ಲೆ ಹದೀಸರ ಸಮ್ಮೇಳನ ಅದು ಎಂದ್ರೆ ನಬಿರ ಕಾಲತ್ಲಿಂತ ಚಂದ ಚೊಂತಿಯಾಲ ಎಂದಾಕ್ರೆ ಕೇಟವಿಲ್ಲೆ. ಅಹ್ಲೆ ಹದೀಸರ ಸಮ್ಮೇಳನ ಅಂದ್ರೆ ನಬಿ ದಿನಾಚರಣೆ ಅಂದ್ರೆ ಅತ್ತರಂ ಆಲೋಚನೆ ಹಾಕಿರೋ ಬುದ್ಧಿ ಇಲ್ಲ ಅಂತ ಐತಲ್ಲಿ. ನಬಿ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണ റബീഉൽ അവ്വൽ എല്ലാ വർഷ 12 ഒരു ഇബാദത്തായിട്ട് പ്രത്യേകമായ കൂലി പ്രതീക്ഷിച്ചിട്ട് അതേ അല്ലാഹുവിന്റെ അടുപ്പ് പ്രതീക്ഷിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ പിരിസാണ്ടല്ല ചൊന്ത ആക്രതായ അനാചാരയിട്ടിക്ക് റബീഉൽ അവ്വൽ ആ ജന്മദിനാചരണ. അഹ്ലെ ഹദീസರ സಮ್ಮೇಳನ അങ്ങനെ
അഹ്ലെ ഹദീസ് സമ്മേളനം എല്ലാ വർഷം ആക്കുന്നുണ്ടെ അങ്ങനെന്തോ ഹട്ട പിടിച്ചങ്ങമ്മ, അല്ലെങ്കിൽ ഒരു വർഷം ആക്കില്ലണ്ടായെങ്കിൽ നബിരെ മേലുള്ള പിർസ വൈത്ത് അല്ലെങ്കിൽ ആ കൂലി വൈത്തിട്ട് ഞങ്ങൾ എവിടെ അങ്ങനെ ചൊന്നതുണ്ട അല്ലേ? അല്ലെങ്കിൽ ഏതേ ഒരു ഡേറ്റ് ഫിക്സ് ആയിട്ട് ഇതേ നാളിലാക്കണം ചൊന്ത അങ്ങനെ എവിടെ ഉണ്ട? എപ്പ നല്ല സൗകര്യം കിട്ടറ അപ്പ ആക്കർ അത്രമേ. ഒരാൾക്ക് ആക്കിയും കഴിത്ത് ആക്കില്ലെങ്കും വൈത്ത്. ഇതങ്ങനല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണ പ്രത്യേകമായ കൂലി പ്രതീക്ഷിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുണ്ടു ചൊന്തു അതൊരു ഇബാദത്തിന്റെ രൂപത്തിൽ ഇത്തിക്കർ ആക്കിയുള്ളേ ചൊല്றது ഗൗരവമായിട്ട് മനസ്സിലാക്കുന്ന ഇവർ കാര്യത്തിക്കർ. അപ്പൊ അതുക്കും ഇതുക്കും എന്താക്കണ്ട, ടാലി ആക്കണ്ട, ഒരു ടാലിയും ഒരു കമ്പയറും ആവില്ല ചൊല്றது ടിക്കർ നാം മനസ്സിലാക്കൂല്ലേ. ഇനി അത് മാത്രല്ല, ഇമാംമാർ, ഇമാം സുയൂത്തിനെ പോലത്തെ, ഇമാം ഹജറുൽ അസ്ഖലാനിനെ പോലത്തെ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിനെ പോലത്തെ, അതേപോലെ ഇമാം സഹാബി, എത്ര എത്ര ഇമാംമാർ ടിക്കർ ഇത് സ്ഥാപിക്കുമ്പോഴത്തേക്കും ചൊല്ലുന്നത് ഇതൊരു അസലില്ല, ഇതൊരു അടിസ്ഥാനം ഇല്ലാണ്ട് ടിക്കർ ചൊന്നേ. നോക്കൂ, ഇയാള് വലിയ ഇതായിട്ട് എന്താക്കി ഇമാം സുയൂത്തിലെ ഇബാറത്തുള്ള ഓതുറതു അയാളുടെ ക്ലിപ്പിലുണ്ട്, അത് ഞാൻ ഇൻഷാ അല്ലാഹ് കാട്ടറ. അപ്പൊ ഇമാം സുയൂത്തി എന്തിനു ചൊന്നേ? ഇമാം സുയൂത്തി അയാളുടെ അൽ ഹാവിലിൽ ഫത്താവ ചൊല്ല ഗ്രന്ഥത്തില് ഇമാം സുയൂത്തി ചൊല്ലുന്നത് നോക്കൂ. ഇമാം സുയൂത്തി ചൊല്ലുന്നത് നോക്കൂ, അൽ ഹാവിലിൽ ഫത്താവ അതില് ബാബു ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദി ചൊല്ലുറേ. ആ ബാബില് ആ അധ്യായത്തില് അയാൾ ചൊല്ലുற പൽക്ക് നോക്കൂ. അയാളൊട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കേട്ടാർ, ഈദ് മിലാദ് വിഷയത്തില് എന്തൊരു അഭിപ്രായ ചൊന്ത് കേട്ടപ്പ ഇമാം സുയൂത്തി അയാളുടെ അഭിപ്രായത്തെ എടുത്തു ചൊല്ലുற നോക്കൂ. ഇന്ദി നന്റെ മുട്ട അന്ന അസ്ല അമലിൽ മൗലിദിൽ ലദി ഹുവ ഇജ്തിമാഉൻ നാസ്. മൗലൂദ് അമല്, അതായത് നബിദിനാഘോഷ ചൊല്ലുறது ಅದರ അസ്ലി എങ്ങനെ വേണു? ഹുവ ഇജ്തിമാഉൻ നാസ്, മനുഷ്യന്മാരെല്ലാവരും ഒട്ടിಗೆ ಸೇರணும். വഖിറാഅത്തും മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആൻ ഓതണു. അതേപോലെ വറിവായത്തുൽ അഖ്ബാരിൽ വാരിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഫി മബ്ദഅ അംറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫി മൗലിദിഹി മിനൽ ആയാതി ثم يمد لهم سمات يأكلونه وينصرفون. അതെ, ഖുർആന്റെ ആയത്ത് ഗൊന്തുള്ളത് ഓതിട്ട്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിട്ട്, പിന്നെ എന്ത് തിന്നിട്ട് അവിടെ പിരിഞ്ഞു പോണ്ടത് ടിക്കറ് എന്നരെ അമലുൽ മൗലിദ് ചൊന്നെങ്കിൽ മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, അവിടെ അണ്ടർലൈൻ ഇടണം. മിൻ ഗൈരി സിയാദത്തിൻ, അതരക്കാണ് അപ്പറാവാണ്ടെ. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, അതരക്കാണ് അപ്പറാവാണ്ടെ ഇന്നെങ്കിൽ ഹുവ മിനൽ ബിദഇൽ ഹസന, അതേ ടിക്കറ് നല്ല ബിദഅത്ത് ചൊന്ത് ഇമാം സുയൂത്തി ചൊന്നരെ നോക്കൂ. ഇമാം സുയൂത്തി ചൊല്ലുന്നത് അതരക്കാണ് അപ്പറാവു തീരാണ്ട്. ഈ നൗഷാദ് ഹസൻ എന്തൊരു ചൊന്നേ? പുതിയ സംവിധാനത്തിലാക്കൃതേ ടിക്കർ ബിദഅത്തുൻ ഹസനാണ്ട് ചൊന്നരല്ലേ. ഇമാം സുയൂത്തി ചൊല്ലുറേ ഖുർആന്റെ ആയത്ത് ഓതുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതുന്നു, പിന്നെ എന്ത് തിന്നുണു. അത് യാറാക്കട്ടെ, അതിരക്കാണ് യാറാക്കാണ്ട് ഇന്നെങ്കിൽ അതേ ടിക്കർ എന്തിരെ ബിദഅത്തുൻ ഹസന അല്ലത്തി യുസാബു അലൈഹാ സാഹിബുഹാ. അങ്ങനെ ഉണ്ടായെങ്കിൽ ടിക്കർ ആ അമലുൽ മൗലിദാക്കറെ ആളുക്ക് പ്രതിഫല കിട്ടറേ. എന്ത് കാരണത്തിലെ ടിക്കർ പ്രതിഫല കിട്ടറേ? ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദ്ർ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തഅലീം, നബിയെ ആ ഒരു മഹത്വപ്പെടുത്തിയതുള്ള കാരണത്തുക ടിക്കറ് അയാൾക്ക് അത് കൂലി കിട്ടറേ. അപ്പൊ നോക്കൂ, ഇമാം സുയൂത്തി എന്ന് ചൊന്നേ പുതിയ സംവിധാനം ആക്കിയെങ്കിൽ ബിദഅത്തുൻ ഹസനല്ല. പിന്നെ കാലി ഖുർആൻ ഓതിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിട്ട് പിന്നെ എന്ത് തിന്നിട്ട് അവിടെ പിരിഞ്ഞു പോണ അത്തരമേ അതേ ടിക്കർ ബിദഅത്തുൻ ഹസന. അതരക്കാണ് യാറാക്കിയിട്ടായെങ്കിൽ അത് ബിദഅത്തുൻ ഹസനമേ അല്ലാണ്ട്. അപ്പൊ നോക്കൂ, ഇങ്ങനെ സ്പഷ്ടമായിട്ടൊന്ന് ഇമാംമാരുടെ കൗലൈ ടിക്കറ് ഈ നൗഷാദ് ഹസൻ എന്താക്കിരേ അതിരെ തിരിച്ചു മറിച്ചിട്ട് ഇല്ലാത്ത വാദത്തെ, ഇമാംമാർക്ക് സമയത്ത് ഇല്ലാത്ത വാദത്തെ അയാൾ അവിടെ ചൊന്നരെ ചൊല്றது നാം മനസ്സിലാക്കണം. അയാൾ ചൊല്றது എന്നൊക്കെ നിങ്ങൾ കേട്ട് നോക്കൂ. അയാൾ എന്തിരെ ചൊല്ലേൻ? നിങ്ങൾ ബിദഅത്തുൽ ഹസന എന്ന് പഠിച്ചില്ല എങ്കിൽ പഠിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം വ്യത്യസ്ത രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ ആ രൂപത്തെ സംബന്ധിച്ചാണ് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത്. അപ്പൊ തെളിവും പറയും, അത് ബിദ്അത്തുൻ ഹസന എന്ന് പറയും. അപ്പൊ നോക്കൂ, അയാൾ ചൊല്ற കലവ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബി രംഗമ പഠിപ്പാട്ടിയതിന്നെങ്കിൽ അത് പുതിയ രൂപത്തിൽ കൊമ്പറുമ്പത്തേക്ക് തിക്കർ ബിദ്അത്തുൻ ഹസന ഇമാംമാർ ചൊന്നരേൻ. കലവല്ലേ.
ഒന്നാമത്തേത് അസ്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയത സഹാബിരങ്ങ പഠിപ്പാട്ടിയത നമുക്ക് കാണുക സാധ്യല്ല. ഇമാമാർ ചൊല്ലുമേ ಅದಕ್ಕೆ അസ്ലില്ല ಅಂತ ತಿಕ್ರು. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ചൊല്ലുന്നത് ಅದಕ್కొരു അസ്ലേ ഇല്ല, 3 തലമുറൽ പിന്നെ ಬಂದ ತಿಕ್ರು. അതേപോലെ ഇമാം ഫാക്കിഹാനി ചൊല്ലുന്നത്, ഇമാം ഫാക്കിഹാനി ചൊല്ലുന്നത് നോക്കൂ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നഹ്. നോക്കൂ, നക്ക് പിടിയേ ഇല്ല ಇದಕ್కొരു ಅಸಲುಲ್ಲದಾയിട്ട്, ಕಿತಾಬಲಾವಟ್ಟು, ഖുർആനിലാവട്ടോ, സുന്നത്തിലാവട്ടോ, ಇದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കുള്ള ഒരു അസലുള്ളതായിട്ട് നക്ക് പിടിയേ ഇല്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ الذين هم القدوة في الدين المتمسكون بآثار المتقدمين. അതെ, ഞങ്ങ എല്ലാവരും മാതൃയായി കാണുനായി ദീനറെ കട്ടിപ്പിടിച്ചതായി മുന്നത്തെ ഉലമാക്കന്മാരിൽ നിന്ന് ഈ ഒരു ആചാര ബന്ധേ ഇല്ല. ഇങ്ങനത്തെ ഒരു ആചാരം, ഇങ്ങനത്തെ ഒരു അമൽ അങ്ങ് ആക്കിയിട്ടേ ഇല്ല. ബൽ ഹുവ ബിദ്അ, അത് ബിദ്അത്തായിട്ട് ചൊന്തു ശക്തമായിട്ട് ഇമാം ഫാക്കിഹാനി ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ നമുക്ക് ഒരു അസ്ലേ ഇല്ലാണ്ട് ഇമാം ഫാക്കിഹാനി ചൊല്ലറി. അതേപോലെ തഴവ മുഹമ്മദ് കുഞ്ഞി എന്തൊരു ചൊന്നര്, മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ, അത് അലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. അല്ലേ, എത്ര കൃത്യമായിട്ട് അയാൾ ചൊല്ലും. മൗലൂദിനെ അംഗീകരിക്കുന്ന ഒരാളായിട്ട് അയാള് ആ പാട്ട് സ്റ്റാർട്ടാക്കുമ്പോൾ ചൊല്ലുന്നത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പൊ നോക്കൂ, അത് മുതലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിലില്ല, സഹാബികളുടെ കാലത്തിലില്ല, താബികളുടെ കാലത്തിലില്ല, തബോ താബികളുടെ കാലത്തിലില്ല, ഇമാംമാരുടെ കാലത്തിലില്ല, ആരുടെ കാലത്ത് ಅದಕ್కొരു അസ്ലേ ഇല്ലാണ്ട് എത്തിക്കറ്. ഈ നൗഷാദ് ഹസനി ബന്ത് ചൊന്നെന്തിര് അസുലുണ്ടു, ആ അസുലില് പുതിയ രൂപത്തിൽ കൊമ്പറം എത്തിക്കറ് ബിദാത്തുൻ ഹസന ಅಂತಾವ್ರೆ. എന്തൊരു പച്ച കളവൈറ്റിക്കറി ഇയാൾ ചൊന്നരെ. ഇനി രണ്ടാമത്തേത് ഇമാം സുയൂത്തി അയാളുടെ കിതാബില് നബിദിനാഘോഷ സുന്നത്ത് ഉണ്ട് ചൊന്തു കൊറേ ഇബാറത്തെല്ലാം ഓതുರು. ഇമാം ബൈഹഖി റിപ്പോർട്ടാക്കിയ ഹദീസിനെ എടുത്ത് ഉദ്ധരിച്ചിട്ട് ഇമാം സുയൂത്തി എന്താക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആചരണ സുന്നത്ത് ഉണ്ട് ചൊന്തു ഇയാൾ എന്താക്കറ് വലിയ ഒരു ഇബാറത്തെല്ലാം ഓതുರು. ഫസ്റ്റ് ആ ഓതുறது നിങ്ങൾ ഒന്ന് കേൾക്കൂ. മഹാനരായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവരുടെ അതിനുവേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു കിതാബുണ്ട്, ഹുസ്നുൽ മഖ്സുദ് ഫീ അമലിൽ മൗലിദ് എന്ന ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം. അതിൽ മഹാനവറുകൾ പറയാണ്, ഖുൽതു ഫളഹറ ലി തഖ്രീജുഹു على أصل آخر وهو ما أخرجه البيهقي عن أنس رضي الله عنه أن النبي صلى الله عليه وسلم أقى عن نفسه بعد النبوة مع أنه قد ورد أن جده عبد المطلب أقى عنه في سابع ولادته والعقيقة لا تعاد مرة ثانية فيحمل على أن الذي فعله النبي صلى الله عليه وسلم إظهارا للشكر على إيجاد الله تعالى إياه رحمة للعالمين. ഇമാം സുയൂത്തി എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് മൗലിദാഘോഷത്തിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഹബീബായ തങ്ങൾ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരാടിനെ അറുത്തതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇമാം ബൈഹഖി ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അത് നമുക്ക് രേഖയാണെന്ന് പറഞ്ഞ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, ഫയുസ്തഹബ്ബു ലനാ. ഇവിടെ മൗലവി പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സുന്നത്താണ് എന്ന് ഏത് ഇമാമാ പറഞ്ഞത്? അത് ഞങ്ങളുടെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം എഴുതിയ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ് ഇദ്ഹാറു ശുക്ർ ബിമൗലിദിഹി ബിജ്തിമാഇൻ വഇത്ആമി തുആം വനഹ്വി ദാലിക മിൻ വുജൂഹിൽ ഖുർബാത്ത് വഇദ്ഹാറിൽ മസറാത്ത്. സന്തോഷ പ്രകടനങ്ങൾ നടത്തിയും ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങൾ ചെയ്തും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തും ആളുകളെ ഒരുമിച്ച് കൂട്ടിയും നബിദിനാഘോഷം നടത്തൽ സുന്നത്താണ്. അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനമാണ് എന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മഹാനരായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മൗലിദാഘോഷം തുടങ്ങിയതാരാ? അത് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ മൗലിദാഘോഷം സ്റ്റാർട്ടാക്കിയത് ആറുവല? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി ചൊന്തു അതെ ഇയാൾ എന്താക്കറ്
മൗലീദാഘോഷ സ്റ്റാർട്ടാക്കിയരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിക്കറ് ഈ ചൊന്നത് ഇമാം സുയൂത്തിക്ക് പിടിയില്ല. ഇമാം സുയൂത്തിക്ക് പിടിയില്ല. ഇമാം സുയൂത്തിക്ക് പിടിയില്ലാത്തതേ തിക്കറ് ഇയാൾ ചൊല്ലറ്. എന്തരെ ഇമാം സുയൂത്തി ചൊന്നuru റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനാഘോഷ സ്റ്റാർട്ടാക്കിയത്. ഇമാം സുയൂത്തി സമയത്ത് ചൊന്നെന്തരെ നബിദിനാഘോഷ സ്റ്റാർട്ടാക്കിയത് നബി അല്ല. ഇമാം സുയൂത്തി ചൊല്ലറ് നിങ്ങൾ നോക്കൂ. ഞാൻ നുപ്പാട്ട് ഓതി അതേ ഇബാറത്തിന് കീഴ് ഇമാം സുയൂത്തി ചൊല്ലറ് നോക്കൂ. ഇത് അതേ അൽ ഹാവിലിൽ ഫതാവല് ഇമാം സുയൂത്തി ചൊല്ലറേ വഅവ്വലു മൻ അഹദസ ഫിഅല ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആചരണ ഒന്നാമത്തേത് സ്റ്റാർട്ടാക്കിനെ സാഹിബു ഇർബൽ. ഇർബൽ റേ ആല് അൽ മലിക്കുൽ മുദഫർ. മുദഫർ രാജാവു. മുദഫർ രാജാവു ഇർബൽ റേ മുദഫർ രാജാവു ചൊന്തു ആര് ചൊല്ലറേ ഇമാം സുയൂത്തി ചൊല്ലറേ. അപ്പൊ ഇമാം സുയൂത്തിക്ക് പിടില്ല. എന്തേ നബിദിനാഘോഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിക്കറ് സ്റ്റാർട്ടാക്കിയത് ചൊല്ലறது ഇമാം സുയൂത്തിക്ക് പിടില്ല. ഇയാൾ ഈ തിക്കറ് എന്താക്കറ് ഇമാം സുയൂത്തിയുടെ പേരിൽ കെട്ടിവയ്ക്കര്. ഇമാം സുയൂത്തി ചൊന്തു എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണ സ്റ്റാർട്ടാക്കിയത് നബിയെ തിക്കറ്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനമാണ് എന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ മഹാനരായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്തൊരു പച്ചക്കലോ. അപ്പൊ പിന്നെ ഇമാം സുയൂത്തി എന്തൊരു ചൊന്നൂടെ ഇമാം സുയൂത്തി ഇമാം ബൈഹഖിയുടെ ഹദീസ് കൊടുത്തിട്ടു. ഇമാം സുയൂത്തി ചൊല്ലറ് എന്തേ അത് പരിശോധിക്കപ്പെടണായ ഒരു കാര്യം എത്തിക്കറ്. അതായത് ഇമാം ബൈഹഖി റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് ഉണ്ട്. എന്തൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 7ാമത്തെ നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലബ്ബ അബ്ദുൽ മുത്തലിബ് എന്താക്കിയത് അഖീഖ കൊടുത്തു. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിൽ പിന്നെ നബി എന്താക്കിയത് സ്വന്തം അഖീഖ 2ാമത്തെ വട്ട കൊടുത്തു. അപ്പൊ ഒരു അഖീഖ ഉറക്ക കൊടുത്തതിൽ പിന്നെ 2ാമത്തേത് കൊടുക്കുന്നുണ്ടില്ലല്ലേ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീഖ 2ാമത്തേത് കൊടുത്തുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ മഹത്വപ്പെടുത്തിട്ട് എത്തിക്കുന്നത്. അപ്പൊ നബിയുടെ ജന്മദിന മഹത്വപ്പെടുത്തലേക്ക് ഒരു സൂചന ഉണ്ടു ചൊന്തയിട്ടിക്കറ് ഇമാം സുയൂത്തി എന്താക്കറ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചൊല്ലറ്. ഇമാം സുയൂത്തിയുടെ തപ്പില്ല. ഇമാം സുയൂത്തി അയാൾ ഒരു മുജ്തഹിദ് ഇട്ടിക്കറ്. അയാൾ ഇജ്തിഹാദായിട്ട് ഒരു കാര്യ ചൊന്നരെ. ഒരു മുജ്തഹിദ് ഒരു കാര്യ ചൊന്നിട്ടായെങ്കിൽ അത് സമണ്ടായെങ്കിൽ 2 കൂലി, അത് തപ്പുണ്ടായി ഒരു കൂലി ഉണ്ടായിത്തിക്കറ് ഉലമാക്കന്മാർ നമുക്ക് വിശദീകരിക്കര്. അപ്പൊ ഇമാം സുയൂത്തി അവിടെ ഈ ഹദീസ് കൊമ്മുന്നത് അയാളുടെ ഇജ്തിഹാദിപരമായിട്ടുള്ള കാര്യ അത് തപ്പയിത്തിക്കറ്. അത് പിൽക്കാലത്തെ തന്നെ ഉലമാക്കന്മാർ നമുക്ക് അത് പഠിപ്പാട്ടി തന്നാറ്. കാരണം എന്താ ചൊന്നെങ്കിൽ ഈ ഹദീസ് ഇമാം സുയൂത്തി ചൊന്നെ ഈ ഹദീസ് അത് ദുർബലമായ ഒരു ഹദീസ് ഇട്ടിക്കറ്. അത് ദഈഫായ ഒരു ഹദീസ് ഇട്ടിക്കറ്. ഈ ഹദീസ് റിപ്പോർട്ടാക്കി ഇമാം ബൈഹഖി എന്ന് ചൊന്നuru ഈ ഹദീസ് മുൻകറായിട്ടിക്കറ് ചൊന്ന ഇമാം ബൈഹഖിയെ ചൊന്നത് ഇമാം നബവി ചൊന്നത് നമുക്ക് കാണാൻ സാധ്യവും. നോക്കൂ ഇമാം നബവി അയാളുടെ ശർഹ് മുഹദ്ദിബിൽ ഈ ഹദീസ് കൊടുത്തതിൽ പിന്നെ ചൊല്ലറേ അൽ ഹദീസുൽ ലദീ ദക്കറഹു ഫി ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നഫ്സിഹി ഫറവാഹു അൽ ബൈഹഖി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ആക്കിയതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖ കൊടുത്തതായ ഈ ഹദീസ് ബി ഇസ്നാദിഹി അൻ അബ്ദുല്ലാഹി ഇബ്നു മുഹറർ അൻ ഖതാദ അൻ അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖൻ അൻ നഫ്സിഹി ബഅദ നുബുവ. നുബുവത്തിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്ത് കൊടുത്തു ചൊല്ലുന്ന ഈ ഹദീസ് വഹാദാ ഹദീസുൻ ബാതിലുൻ. ഈ ഹദീസ് ബാതിലായിട്ടിക്കറ് ചൊന്തയിട്ടിക്കറ് ഇമാം നബവി ശർഹ് മുഹദ്ദിബിൽ ചൊല്ലറേ. അതിൽ പിന്നെ ഇമാം നബവി ചൊല്ലറേ ഖാലൽ ബൈഹഖി. ഈ ഹദീസ് റിപ്പോർട്ടാക്കി ഇമാം ബൈഹഖി എന്ന് ചൊന്നറേ ഹുവ ഹദീസുൻ മുൻകറുൻ. ആ ഹദീസ് മുൻകറായിട്ടിക്കറ് ഉണ്ടായിട്ടിക്കറ്. അത് സ്വീകരിക്കപ്പെടാനായ ഒരു ഹദീസ് അല്ലാന്ന് ചൊന്തയിട്ടിക്കറ് ഇമാം ബൈഹഖി സമയത്ത് ചൊന്നറേ. അപ്പൊ ഈ ഹദീസ് കൊടുത്തിട്ട് അപ്പൊ ഇതിൽ എന്തില്ല ദലീലില്ല. ഈ ഹദീസ് കൊടുത്തിട്ട് ഇമാം സുയൂത്തി എന്ന് ചൊന്നറേ അത് നബിയുടെ ജന്മദിനാചരണക്കുള്ള ഒരു സൂചന അല്ല ഉണ്ടു. അത് മുസ്താഹബ് ഇത്തിക്കറുണ്ടല്ല ഇമാം സുയൂത്തിയോട്. ഇമാം സുയൂത്തി വിചാരിച്ചെങ്കിൽ ആ ഹദീസ് സ്വഹീഹ് എത്തിക്കൂ. ആ സ്വഹീഹ് അടിസ്ഥാനത്തിൽ എത്തിക്കറ് അയാൾ അതൊരു ഇജ്തിഹാദി ആയിട്ടുള്ള ഒരു കാര്യ അവിടെ നിരൂപണാക്കറേ. അപ്പൊ ഇത് പിൽക്കാലത്തെ ഉലമാക്കന്മാർ നമുക്ക് എന്താക്കിയാറ് ഈ ഹദീസ് എന്നല്ല ദലീലല്ലാണ്ട് ചൊന്നറാറ്. ഇതിനെ പിടിച്ചിട്ട് എത്തിക്കറ് അയാള് വലിയ ഒരു കാര്യമായിട്ട് ഇമാം സുയൂത്തി സുന്നത്ത് ഇട്ട് ചൊന്നറുണ്ടല്ല ചൊന്തു ആൾമാരെ ಮಂಗಾಕരുത് നമുക്ക് കാണാൻ സാധ്യവും. ഇനി 3ാമത്തെ വിഷയ ഇയാൾക്ക് ഗൊന്തില്ലാണ്ട് ഒരു സത്യ അവിടെ ബായിൽ വന്നത്. അയാളുടെ ആ സ്പീച്ചിൽ ഇയാൾക്ക് ഗൊന്തില്ലാണ്ട് ഒരു സത്യ ഒരു നേര് അയാളുടെ ബായിൽ ബൂന്നു. എന്തത് അതായത് ഈ ഉസ്താദ്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിന ആചരണക്കൂ ദലീലായിട്ട് കൊമണ്ടേ പ്രമാണായിട്ട് കൊമണ്ടേ ഒരു ഹദീസ് ഉണ്ട്. എന്തൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ച 2 നോമ്പ് പിടിച്ചോ ഇന്ന്. അപ്പൊ സഹാബിരങ്ങ കേട്ടാറ് നബിയെ നിങ്ങൾ തിങ്കളാഴ്ച 2 എന്ത് നോമ്പ് പിടിക്കരേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ನಾನು പെത്ത നാളിട്ടിക്കറ് തിങ്കളാഴ്ച. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിക്ക് ദലീലായിട്ടിക്കറ് പ്രൂഫ് ആയിട്ടിക്കറ് ചൊന്ത എന്താക്കறாரு കൊമണ്ടാർ. അപ്പൊ ഞങ്ങൾ ചൊല്ற ഒരു പൽക്കുണ്ട് എന്തേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിക്ക് അത് പ്രൂഫ് ഉണ്ടായെങ്കിൽ ഒരു ഈദ് 2 നോമ്പ് പിടിക്കരുത് ഹറാമായിട്ടിക്കരുത് അല്ലെ. ഇസ്ലാം പഠിപ്പാട്ടി ഈദുൽ ഫിത്തറിലാവട്ടു ഈദുൽ അൽഹറാവട്ടു നോമ്പ് പിടിക്കരുത് ഹറാമായിട്ടിക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച 2 നോമ്പ് പിടിച്ചിട്ടുണ്ടായെങ്കിൽ അത് ഈദ് അല്ലാണ്ട് അതുക്കുള്ള ദലീലായിട്ടിക്കരു ചൊന്ത് ഞങ്ങൾ ചൊല്ലുക. അതേ വിഷയം നൗസാദ് ഹസനി അയാൾക്ക് ഗൊന്തില്ലാണ്ട് അയാൾ ബായില് അത് പത്ത് വന്നത് നിങ്ങമേ ഒന്ന് കേട്ട് നോക്കൂ. എല്ലാ പെരുന്നാൾ ഉണ്ടായത് ഹബീബായ തങ്ങൾ വന്നത് കൊണ്ടല്ലേ. ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ, അതേപോലെ ദുൽഹിജ്ജ 10 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർത്തുകൊണ്ടുള്ള വലിയ പെരുന്നാൾ. ഈ പെരുന്നാളൊക്കെ വന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കൂലേ? അന്നാരെങ്കിലും നോമ്പ് നോൽക്കോ? ദുൽഹിജ്ജ 10 തിങ്കളാഴ്ചയായ നോമ്പ് നോൽക്കോ ആരെങ്കിലും? ദുൽഹിജ്ജ 10 തിങ്കളാഴ്ച ആയിട്ടായെങ്കിൽ നോമ്പ് പിടിക്കില്ല. എന്തേ നോമ്പ് പിടിക്കില്ല? ഈദ് 2 നോമ്പ് പിടിക്കരുത് ഹറാമൈത്തിക്കര്. ഈദ് 2 നോമ്പ് പിടിക്കരുത് ഹറാമൈത്തിക്കര്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിട്ടുണ്ടായെങ്കിൽ തിങ്കളാഴ്ച 2 നോമ്പ് പിടിച്ചിട്ടുണ്ടായെങ്കിൽ അതിനടുത്ത് എന്തേ? അത് ഈദ് അല്ലാണ്ട് അതിനർത്ഥ അത് ഈദ് മീലാദാക്കുള്ള ദലീൽ അല്ലാണ്ട് ഇത്തിക്കര അതിനർത്ഥ. അപ്പൊ ഇതിൽ മനസ്സിലായില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജന്മദിനാചരണാക്കുക ഇല്ല, അത് പ്രമാണമേ അല്ല. ഇങ്ങക്ക് കൊണ്ട് ഓരോരോ പ്രമാണത്തെ അവസ്ഥ ഇതേറ്റിക്കര്. എത്ര ഹദീസ് കൊമർട്ട് എത്ര വിഷയം കൊമർട്ട് എല്ലാം ഒന്നാ ദുർവ്യാഖ്യാനത്തിക്കര്, ഇല്ലെങ്കിൽ ആ ഹദീസ് ദഈഫൈത്തിക്കര്. അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണാക്കുക ഒരു അസ്ലുമില്ല, ഒരു പ്രൂഫുമില്ല. അതേറ്റിക്കര് പിന്നും ഞങ്ങൾക്ക് നിങ്ങളൊട്ടിಗೆ ചൊല്ലുകല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലായിട്ട് അറിഞ്ഞിട്ട് അതിൽ നിന്ന് ദൂരാവുകയും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.